നമ്മുടെ കേരളത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണിത്. വിവിധ സഹകരണ സ്ഥാപനങ്ങൾ അതിൻ്റെ ശതാബ്ദി പൂർത്തിയാക്കുന്ന ഒരു ഘട്ടമാണിത്. അതിനിടയാക്കുന്നത് സഹകരണ സ്ഥാപനങ്ങളുടെ ഉദയം നമ്മുടെ രാജ്യത്ത് ദേശീയ പ്രസ്ഥാനം ശക്തമായി പ്രവർത്തിക്കുന്നൊരു ഘട്ടത്തിലായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് എല്ലായിടങ്ങളിലും നല്ല അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ നേതൃത്വമാണ് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഫലം ചെറിയ സ്ഥാപനമായിരുന്നെങ്കിലും ആ ചെറിയ സ്ഥാപനം വലിയ തോതിലുള്ള വിശ്വാസം നേടിയെടുത്തു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യാനന്തരം സഹകരണ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന നിലയാണ് നമ്മുടെ രാജ്യം സ്വീകരിച്ചത്. രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ ഘട്ടത്തിൽ സഹകരണ മേഖലക്കും പൊതുമേഖലക്കും വലിയ മുൻതൂക്കമാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമായും സഹകരണ മേഖലയ്ക്ക് സർക്കാർ തലത്തിലുള്ള പിന്തുണയും നല്ലതുപോലെ ലഭിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം ഫലമായി സഹകരണ മേഖല ഒന്നിനൊന്ന് കരുത്താർജിച്ചു വന്നു. നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശത്തെയും ആളുകൾക്ക് മറ്റു വലിയ കടമ്പകളില്ലാതെ സഹായം ലഭ്യമാകുമെന്ന പ്രത്യേകതയാണ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ നിക്ഷേപം സ്വീകരിക്കുന്ന നില വന്നു. നേരത്തെ ലഭിച്ചിരുന്ന പണം വിതരണം ചെയ്യുന്ന നിലയും അത് തിരിച്ചു വാങ്ങുന്ന നിലയുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിക്ഷേപം സ്വന്തമായി ഉണ്ടാക്കുന്ന നില വന്നപ്പോൾ ആ നിക്ഷേപവും അതത് പ്രദേശത്ത് പല ആവശ്യങ്ങൾക്കായി ഉപകരിക്കുന്ന നില വന്നു. ഇപ്പോൾ സാധാരണ സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വായ്പ എടുക്കാൻ കഴിയുന്നത് ആ സഹകരണ സ്ഥാപന അതിർത്തിയിലുള്ള ആളുകൾക്കാണ്. നിക്ഷേപം സഹകരണ സ്ഥാപനം നടത്താനുള്ള സൗകര്യമുണ്ടായപ്പോൾ ഒരാൾ സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുമ്പോൾ ആ ആൾ അറിയാതെ തന്നെ നാട്ടുകാർക്ക് സഹായമായിട്ട് ആ തുക ഉപയോഗിക്കാനാവുകയാണ്. അതായത് വ്യക്തിപരമായി വായ്പ വാങ്ങുക, ഒരാൾ മറ്റൊരാളിൽ നിന്ന് വായ്പ വാങ്ങുക, അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയാക്കും. ചിലപ്പോൾ സമീപിച്ചാൽ കൊടുത്തില്ല എന്ന് വരും. എന്നാൽ
ബാങ്കിൽ നിക്ഷേപിച്ചാൽ നിക്ഷേപത്തിന് ന്യായമായ പലിശ കിട്ടുന്നു. ആ തുക